എൻ്റെ ബേക്കിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടല്ലോ, എനിക്കിതുപോലെ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ കേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത് നമ്മൾ ഷാർപ്പ് എഡ്ജൊക്കെ ആയിട്ടും ഒക്കെ ഫിനിഷ് ചെയ്ത് വരാൻ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ കേക്കൊക്കെ ഷാർപ്പ് എഡ്ജ് ആയിട്ട് കിട്ടാൻ കുറച്ച് നല്ല എഫേർട്ട് തന്നെ എടുക്കണം, സർക്കിളിനെ പോലെയല്ല. അപ്പോൾ ഞാൻ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കും, എന്തെങ്കിലും ടിപ്സ് അല്ലെങ്കിൽ ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു ഷാർപ്പ് എഡ്ജായിട്ട് സ്ക്വയർ കേക്ക് വരാനെന്നൊക്കെ ഉള്ളത്. പക്ഷേ പിന്നെ പിന്നെ മനസ്സിലായി ഒരു ട്രിക്കും ഇല്ല. അത്യാവശ്യം ടൈം എടുത്തിട്ട് നല്ല ക്ഷമയോട് കൂടിയിട്ട് ചെയ്താൽ ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു റെക്റ്റാങ്കിൾ കേക്ക് ആയിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. 2 kg ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിൽ ചെയ്തതാണ്. ഒരു 80th ബർത്ത്ഡേയുടെ കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം പീസ് വേണം എന്നുള്ളത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ 2 kg റെക്റ്റാങ്കിൾ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം അതിലേക്കുള്ള ബാക്കി ഡിസൈൻസൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആ കേക്കൊന്ന് ലുക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്?